ഈ ടീഷർട്ടിലുള്ള ഡിസൈൻ വൃത്തികേടായിട്ട് തോന്നുന്നുണ്ടോ? കാരണം ചില ടീഷർട്ട്സും ഷർട്ട്സും കാണും ഇങ്ങനെ ചെക്ക് അല്ലെങ്കിൽ സ്ട്രിപ്പൊക്കെ ആണെങ്കിൽ വീഡിയോയിൽ കടന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, ഒരു ഡിസ്ട്രാക്ഷനാണ്. സോ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യുക. 500 റുപ്പീസ്, 500 രൂപയുടെ താഴെയുള്ള യൂസ്ഫുൾ ഗാഡ്ജറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും ഈ VR ഹെഡ്സെറ്റും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI റോബോട്ടൊന്നും ഞാൻ പരിചയപ്പെടുത്തി തരുന്നില്ല. അതെന്തായാലും 500 രൂപ താഴെ കിട്ടില്ല. വളരെ സിമ്പിൾ ഗാഡ്ജറ്റ്സ് ആണ്, പക്ഷേ യൂസ്ഫുൾ ആണ്. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ എല്ലാ ഗാഡ്ജറ്റ്സ് മേടിച്ചിരിക്കുന്നത് ഓൺലൈനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫ്ലൈനും മേടിക്കാം. ഈ ഒരു വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഗാഡ്ജറ്റ്സും ഉണ്ട്. അത് ഇലക്ട്രോണിക്കും ആവണമെന്നില്ല, ഇലക്ട്രോണിക് നോൺ ഇലക്ട്രോണിക് രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ് എന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള, പിന്നെ അവൈലബിൾ ആണ്, പിന്നെ ഇങ്ങനെയാണ് വർക്കിംഗ് ഒക്കെ, അത് അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫ്ലൈൻ വാങ്ങാം. കാരണം മിക്കവാറും ഓഫ്ലൈൻ കുറച്ചും കൂടി ചീപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്, കുറച്ചും കൂടി വിലക്കുറവിൽ ഓഫ്ലൈനിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി ഓൺലൈൻ തന്നെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ചെക്ക്ഔട്ട് ചെയ്യുക. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇന്നത്തെ ഫസ്റ്റ് ഗാഡ്ജറ്റ് ഈ കാണുന്ന ബ്രഷാണ്. സോ സിമ്പിൾ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ. സോ സിമ്പിൾ ബ്രഷ് ആണെങ്കിലും ചില ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് കാണാം ഇത് കുറച്ചിങ്ങനെ അഴുക്കൊക്കെ പുരണ്ടിരിക്കുകയാണ്. കാരണം ഞാനിത് പേഴ്സണലി ഉപയോഗിക്കുന്ന ഒരു ഗാഡ്ജറ്റ് ആയതുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. വളരെ യൂസ്ഫുൾ ആയ ഒരു ഗാഡ്ജറ്റാണ്. സോ ഈ ബ്രഷ് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നമ്മുടെ കീബോർഡ്, ലാപ്ടോപ്പ് കീബോർഡ് ആണെങ്കിൽ ലാപ്ടോപ്പ് കീബോർഡ്, അല്ലെങ്കിൽ നോർമൽ കീബോർഡൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു കീബോർഡിൻ്റെ ഉള്ളിൽ ഇറങ്ങിച്ചെന്ന് നിങ്ങൾ ക്ലീൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഈ സംഭവമുണ്ട്. ഈ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങ് എടുത്താൽ അതിനുശേഷം ഇവിടെ കയറ്റിയിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കീബോർഡ്, ലാപ്ടോപ്പ് കീബോർഡിൻ്റെ കീസ് അല്ല കേട്ടോ, നോർമൽ കീബോർഡിൻ്റെ കീസ് ഇങ്ങനെ പ്ലക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. പ്ലക്ക് ഔട്ട് ചെയ്തിട്ട് ഇത് വെച്ച് ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. കഴിഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞില്ല കുറേ ട്വിസ്റ്റൊക്കെ ഉണ്ടെന്ന്. സോ നെക്സ്റ്റ് ട്വിസ്റ്റാണ് ഇവിടെ. ഇതിങ്ങനെ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ പണ്ടത്തെ ഫൗണ്ടൻ പെൻ ഓർമ്മയുണ്ട്, നമ്മൾ മഷിയിട്ട് ഉപയോഗിക്കുന്ന പേനയായിരുന്നു. ഇപ്പോഴും ഉപയോഗിക്കാറുണ്ടോയെന്ന് അറിയില്ല. എനിവേ ലെറ്റ് മീ നോ. സോ ആ ഫൗണ്ടൻ പെന്നിൻ്റെ ഒരു ലുക്ക് ഉണ്ട് ഇതിന്. നമ്മുടെ ഇയർഫോൺസ് ഉണ്ടല്ലോ, ഇയർഫോൺസ് ആൻഡ് TWS, നമ്മുടെ ചെവിയിലുള്ള അഴുക്ക്, നമുക്ക് ആ ചെവിയിലാണല്ലോ കുത്തുകയറ്റി വെക്കുന്നത്. സോ അതുകൊണ്ട് ചെവിയിലുള്ള അഴുക്ക് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി പോകാറുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾ ഇയർഫോൺസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ഈ ഇയർ വാക്സ് ഒക്കെ കാണും. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഗാഡ്ജറ്റാണ് ഈ ഒരു ഗാഡ്ജറ്റ്. ക്ലീനറിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ബ്രഷ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ക്ലീൻ ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും അഴുക്കോ പൊടിയോ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യാം. ഓക്കെ, വളരെ യൂസ്ഫുൾ ആണ്. കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്നോട് ട്വിസ്റ്റ് ചെയ്താൽ ഇതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ TWSൻ്റെ ആ ഒരു തുളയുണ്ടല്ലോ, 2 എണ്ണം, അതിൻ്റെ അകത്ത് വെച്ചിട്ടാണല്ലോ നമ്മൾ നമ്മുടെ ഇയർ ബഡ്സ് ചാർജ് ചെയ്യുന്നത്. ആ സ്ലോട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. പലപ്പോഴും ആ സ്ലോട്ടിൽ പൊടി അല്ലെങ്കിൽ ഈ അഴുക്ക് പറ്റി പിടിച്ചിരിപ്പുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ചാർജിങ് ചിലപ്പോഴൊക്കെ നിൽക്കും, നല്ലോണം ചാർജ് ആവില്ല. സോ ആ ഒരു സ്ലോട്ട് നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. സോ ടോട്ടൽ 5-in-1 ബ്രഷാണ്. വളരെ യൂസ്ഫുൾ ഗാഡ്ജറ്റാണ്. സ്പെഷ്യലി നിങ്ങൾ ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ ഉപയോഗിക്കാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു ഗാഡ്ജറ്റ് തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ 150 രൂപ 160 രൂപയാണെന്ന് തോന്നുന്നു ആമസോണിൽ. ഓഫ്ലൈൻ അതിനേക്കാളും ചീപ്പിൽ കിട്ടുന്നുണ്ടെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ 150 രൂപ ഓക്കെയാണ്. ഫോർ ദിസ് ഗാഡ്ജറ്റ് 150 റുപ്പീസ് ഇസ് ഫൈൻ. നെക്സ്റ്റ് ഗാഡ്ജറ്റ് ഈ ഒരു ലോക്ക് അല്ലെങ്കിൽ ഈ ഒരു പൂട്ടാണ്. ഞാൻ എൻ്റെ പാക്കറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കട്ടെ. സോ ഇതാണ് നമ്മുടെ പൂട്ട് അല്ലെങ്കിൽ ലോക്ക്. ഒരു നോർമൽ ലോക്ക് ആയിരുന്നെങ്കിൽ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല, ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് പൂട്ടിയിരിക്കുകയാണല്ലോ, നമുക്കിത് ഓപ്പൺ ചെയ്യാം. സോ ഇതാണ് സെറ്റപ്പ്. ഇത് ലോക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി, കഴിഞ്ഞു, ഇറ്റ്സ് ലോക്ക്ഡ്. ഓക്കെ, പക്ഷേ നമ്മളിത് എടുത്തിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ച് ഇങ്ങനെ ലോക്ക് ചെയ്യുമ്പോൾ ലോക്കായി. ഓക്കെ, സൗണ്ട് കേട്ടല്ലോ. ഇനി ആരെങ്കിലും ഈ ഒരു ലോക്ക് തല്ലി പൊട്ടിക്കാൻ നോക്കിയാൽ, അല്ലെങ്കിൽ നിങ്ങൾ പൂട്ടി വെച്ചിരിക്കുന്ന ഫോർ എക്സാമ്പിൾ ബൈക്ക് ആവാം, സ്കൂട്ടർ ആവാം, സൈക്കിൾ ആവാം, എന്തും ആയിക്കോട്ടെ, ആ ഒരു വസ്തു പൊക്കിക്കൊണ്ട് പോകാൻ നോക്കുന്നുണ്ടെങ്കിൽ, അതായത് ഈ ലോക്ക് മൂവ് ആവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഭയങ്കരമായ സൗണ്ട് വരും. അപ്പോൾ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അറിയും. എന്നിട്ട് നിങ്ങൾ അൺലോക്ക് ചെയ്യുന്നവരെ ആ സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ ബിൽഡൊക്കെ അത്യാവശ്യം സ്ട്രോങ് ആണ്. അതായത് 500 സംതിങ് രൂപയാണ് പ്രൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫർ സമയത്തൊക്കെ 500 റുപ്പീസിൻ്റെ താഴെ കിട്ടും. ഇനി അതല്ല എങ്കിൽ ഓഫ്ലൈനും നോക്കാം. അത്യാവശ്യം യൂസ്ഫുൾ ഒരു സംഭവം തന്നെയാണ്. വർക്കാവുന്നുണ്ട്, സെറ്റപ്പ് വർക്കാവുന്നുണ്ട്, നല്ല സ്ട്രോങ് ആണ്. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അടിച്ച് പൊട്ടിച്ച് കൊണ്ടുപോകാൻ പറ്റത്തൊന്നുമില്ല. ഇറ്റ്സ് വെരി സ്ട്രോങ്. ഓക്കെ, വെരി സ്ട്രോങ് സംഭവമാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഗാഡ്ജറ്റിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. നെക്സ്റ്റ് ഗാഡ്ജറ്റ് ആണ് ഈ ഒരു കുട്ടി USB ബൾബ്. ഓക്കെ, 1 വാട്ട് ബൾബാണ്. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ബേസിക്കലി നൈറ്റ് ലാമ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റും. എല്ലാവർക്കും ഈ കടും ഇരുട്ടിൽ, ഭയങ്കര കട്ട ഇരുട്ടിൽ ഉറങ്ങാൻ ചെറിയ പേടി അല്ലെങ്കിൽ ചെറിയൊരു അൺകംഫർട്ടബിൾ ഫീലിംഗ് ഉണ്ടായിരിക്കും. വളരെ ഒരു യൂസ്ഫുൾ സെറ്റപ്പാണ്. കാരണം ഇപ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ ഒരു എക്സ്ട്രാ ഈ ഫോൺ ചാർജിങ് ബ്ലോക്ക് എന്തായാലും ഉണ്ടായിരിക്കും.
പഴയ എവിടെയെങ്കിലും കിടപ്പുണ്ടായിരിക്കും, 5 വാട്ടോ 10 വാട്ടോ കിടപ്പുണ്ടായിരിക്കും. അതിലിതാ ഇങ്ങനെ പ്ലഗ് ഇൻ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. സോ ഇതാണ് എൻ്റെ USB എക്സ്റ്റെൻഡർ. ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. സോ ഇത്തരത്തിലുള്ളൊരു ഫീലാണ് കിട്ടാൻ പോകുന്നത്. ഇപ്പം ക്യാമറയിൽ അത്രയും ക്ലിയർ അല്ല കേട്ടോ. ഇതിനേക്കാളും ലൈറ്റ്, ക്യാമറയിൽ കാണാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ലൈറ്റ് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. നൈറ്റ് ലാമ്പ്, അതായത് 1 വാട്ട് ബൾബാണല്ലോ. സോ എന്തായാലും ഇലക്ട്രിസിറ്റി, അതായത് മീറ്റർ ചാർജ് ഒരുപാട് കയറില്ല. വേണമെങ്കിൽ 24 അവർ 24/7 സ്വിച്ച് ഓൺ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അത്യാവശ്യം ലൈറ്റ് ഉണ്ട്, ദാറ്റ്സ് ഓൾ. സോ ഈ ഒരു ബൾബ് വർക്കിംഗ് ആണ്. പിന്നെ ഓൺലൈൻ മേടിക്കുമ്പോൾ സിംഗിൾ പീസായിട്ട് മേടിക്കാൻ പറ്റില്ല. പീസ് ഓഫ് 3 ആണ് വരുന്നത്. അതിന് 230 രൂപയാണ്. സോ അത്യാവശ്യം കത്തിയാണ്, ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണ്. ഓക്കെ, സോ എൻ്റെ റെക്കമെൻഡേഷൻ ആയിരിക്കും പറ്റുമെങ്കിൽ എവിടെന്നെങ്കിലും ഓഫ്ലൈൻ പോയിട്ട് സിംഗിൾ പീസ് മേടിച്ച് നോക്കുക. ലൈറ്റ് ഓക്കെ ആണ്, സഫീഷ്യൻ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ബൾബ്സ് മേടിക്കാം. നമ്മുടെ നെക്സ്റ്റ് ഗാജറ്റും ലൈറ്റുമായിട്ട് ബന്ധമുള്ള ഗാജറ്റാണ്. അതായത് ഈ മോഷൻ സെൻസർ ലൈറ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരുപാട് കമ്പനികളുടെ മോഷൻ സെൻസർ ലൈറ്റ് വരുന്നുണ്ട്. പക്ഷേ അത് ഒരു സെപ്പറേറ്റ് ലൈറ്റ് ആയിരിക്കും. അത് എവിടെയെങ്കിലും ഇങ്ങനെ പിടിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒട്ടിച്ച് വെക്കേണ്ടി വരും. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള നമ്മുടെ നോർമൽ ബൾബിൻ്റെ സോക്കറ്റ് ഉണ്ടല്ലോ, അവിടെ തന്നെ ഈ സംഭവം ഫിറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഓൾറെഡി അവിടെ ഉള്ള ബൾബ് ഊരിയിട്ട് ഈ ഒരു ഹോൾഡർ അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ഹോൾഡർ ഉള്ളിൽ വേണം നമ്മൾ ആ ഒരു ബൾബ് ഫിറ്റ് ചെയ്യാൻ. ഈ സെറ്റപ്പ് ഉണ്ടോ, ഈ സാധനം, ഇതാണ് ബേസിക്കലി ഇതിലുള്ള മോഷൻ ഡിറ്റക്ടർ. ലൈറ്റ് എത്ര നേരം കത്തി നിൽക്കണം, ആ ടൈം നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഭയങ്കരമായ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും നടക്കില്ല. മാക്സിമം 1 മിനിറ്റ് to 2 മിനിറ്റ് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. വർക്ക് ആവുന്നുണ്ട് സംഭവം. ഓക്കെ, നോർമലി ഈ മോഷൻ സെൻസർ ലൈറ്റൊക്കെ വളരെ കുറഞ്ഞ വാട്ടേജുള്ള ലൈറ്റ് ആയിരിക്കും. അങ്ങനെ ഭയങ്കര വെളിച്ചം ഉണ്ടാവില്ല. ഇവിടെ അത്യാവശ്യം വെളിച്ചമുണ്ട്. അതായത് നോർമൽ ബൾബ് CFL അല്ലെങ്കിൽ LED എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. നോർമൽ ബൾബ്സ് ഉപയോഗിക്കാൻ പറ്റും. സോ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഇതിൻ്റെ പ്രൈസ് 400 സംതിങ് റുപ്പീസാണ്. നെക്സ്റ്റ് ഗാഡ്ജറ്റ് അല്ല കേട്ടോ, ആക്ച്വലി ഒരു പ്രൊഡക്റ്റ് ആണ്. ആപ്പിളിന് ഒരു കർച്ചീഫ് വിൽക്കാമെങ്കിൽ നമുക്കിതും ഇവിടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം, നോ പ്രോബ്ലം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഷൂസിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ചപ്പൽ അല്ലെങ്കിൽ ഷൂസിന് വേണ്ടിയുള്ള ഒരു റെയിൻ കോട്ടാണ്. സോ ഇവിടെ ഇരുന്ന് ഇതിനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ഭേദം ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരാം. ഞാൻ പുറത്ത് വന്നിരിക്കുകയാണ്. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. ക്യാമറയിൽ വരുന്നുണ്ടോ എന്നറിയില്ല. നമ്മുടെ ഈ സംഭവം ഉണ്ടല്ലോ, റെയിൻ കോട്ട് ഫോർ ഷൂസ്, അതൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഇവിടെ അത്യാവശ്യം വെള്ളവും ചെളിയൊക്കെ ഉണ്ട്. ലെറ്റ്സ് ഗോ. എൻ്റെ പുതിയ ഷൂസ്. മഴ കൂടിയിട്ടുണ്ട്, പെട്ടെന്ന് അകത്ത് ചെല്ലട്ടെ, അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കിത് ഊരി നോക്കാം. ഷൂസ് ഓക്കെ ആണ്, അങ്ങനെ വലുതായിട്ട് വെള്ളമൊന്നും കയറിയിട്ടില്ല കേട്ടോ. ഷൂസ് ഇറ്റ്സ് ഓക്കെ. സോ ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു പെർഫെക്ഷൻ കിട്ടിയില്ല. കാരണം എന്തോ എവിടുന്നോ ലീക്കേജ് ഉണ്ട്, എന്തോ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. സോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കി. സോ വെള്ളം ചീറ്റുന്നുണ്ട്. ഇനി ഞാനിത് ഇട്ടുകൊണ്ട് റോട്ടിൽ കൂടെ നടന്നുകൊണ്ടാണോ എന്നറിയില്ല, എന്താ സംഭവം എന്നറിയില്ല. പക്ഷേ എന്തായാലും 100% വർക്കിംഗ് അല്ല. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കിട്ടുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സ്പെഷ്യലി ബൈക്കും സ്കൂട്ടർ ഓടിക്കുന്നവർക്ക് വളരെ വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഇത് 2 സൈസിനും വരുന്നുണ്ട്. അഡൽസിന് വേണ്ടി വരുന്നുണ്ട്, പിന്നെ പിള്ളേർക്ക് വേണ്ടിയുള്ള സൈസും ഉണ്ട്. സോ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി വാങ്ങിക്കാൻ പറ്റും. ഇഫ് ഇറ്റ്സ് വർക്കിംഗ്, ദിസ് ഇസ് വെരി യൂസ്ഫുൾ. എനിക്ക് കിട്ടിയ ഈ ഒരു പീസ് അത്രയും 100% സേഫായിട്ട് എനിക്ക് തോന്നിയില്ല. നെക്സ്റ്റ് ഗാഡ്ജറ്റ്, ഇതൊരു ഗിമ്മിക്കാണോ ശരിക്കും വർക്ക് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനത് വാങ്ങിയത്. ബേസിക്കലി ഗ്ലാസ്സസ് ആണ്, കണ്ണടയാണ്. ഞാൻ കാണിച്ചു തരാം. ഇതൊരു AI ഗ്ലാസ് അല്ലെങ്കിൽ VR ഗ്ലാസ് ഒന്നുമല്ല, നോർമൽ ഗ്ലാസ് ആണ്. ബ്ലൂ ലൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഡിസ്പ്ലേ, അതായത് ലാപ്ടോപ്പ് ആണെങ്കിലും ഫോൺസ്, ടാബ്ലറ്റ്, മോണിറ്റർ, എല്ലാത്തിൽ നിന്ന്, ഈവൻ TV, എല്ലാത്തിൽ നിന്ന് ഈ ഒരു ബ്ലൂ ലൈറ്റ് വരുന്നുണ്ട്. പല മോണിറ്റേഴ്സും അല്ലെങ്കിൽ പല ഡിസ്പ്ലേ പറയാറുണ്ട്, അതായത് ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ ഉണ്ട്, ബ്ലൂ ലൈറ്റ് കുറവാണെന്ന്. കാരണം ബ്ലൂ ലൈറ്റ് ഇസ് വെരി ഹാംഫുൾ. സ്പെഷ്യലി നമ്മുടെ ഈ സ്ലീപ്പ് സൈക്കിളിനെ അത് ബാധിക്കും, നല്ലോണം എഫക്റ്റ് ചെയ്യും. സോ ഇത് ഇട്ടുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ലോങ് ടേം ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. അതായത് നിങ്ങൾ ഈ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇട്ടുകൊണ്ട് ആ സംഭവമൊക്കെ ചെയ്താൽ, ആ മോണിറ്ററിലേക്ക് നോക്കിയാൽ ആ സ്ട്രെസ്സ് കുറവാണ് എന്ന് ഇവർ പറയുന്നുണ്ട്. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, എനിക്ക് ഫീൽ ചെയ്തു. അത്യാവശ്യം ഒരു റിലാക്സ്ഡ് ഫീലിംഗ് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ ഫുൾ ടൈം എൻ്റെ മുന്നിലാണ്, എഡിറ്റിംഗ്, റിസർച്ചിങ് എല്ലാം സർവത്ര. സോ ഞാനിത് ഇട്ടുകൊണ്ട് 2-3 ദിവസം ഇട്ടുകൊണ്ട് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് നൈസ് വർക്കിംഗ്. അതിന് എനിക്ക് മാത്രമാണ് തോന്നിയത്, അത് അറിയാൻ വേണ്ടി ഞാൻ അതിൻ്റെ റിവ്യൂ ഒക്കെ എടുത്ത് നോക്കി. അവിടെ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്, അവർക്ക് ആ ഒരു ഡിഫറൻസ് തോന്നിയിട്ടുണ്ട്. ഇത് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളിത് ഉപയോഗിച്ചാൽ നിങ്ങൾക്കത് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് റിട്ടേണബിൾ. സോ നിങ്ങൾ വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ടെങ്കിൽ, ഡിഫറൻസ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റിട്ടേൺ കൊടുക്കാം, പൈസ കിട്ടും. സോ അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ദാറ്റ്സ് ഓൾ. സോ അത്രയേ ഉള്ളൂ. ഇനി ഏതെങ്കിലും ഗാഡ്ജറ്റ്സ് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് ഇസ് ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.